കെഎസ്ആർടിസിയുടെ കൊറിയർ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. സേവനം അവസാനിപ്പിക്കാൻ സ്വകാര്യ ഏജൻസിക്ക് കെഎസ്ആർടിസി മാനേജ്മെന്റ് നോട്ടീസ് നൽകി. സർവീസിനെതിരെ വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കെഎസ്ആർടിസിയുടെ ജനകീയ സേവനത്തിനാണ് താൽക്കാലികമായി വിരാമമാകുന്നത്. ആന്ധ്രാപ്രദേശ് ആസ്ഥാനമായ സിംഗു സൊല്യൂഷൻസ് എന്ന സ്വകാര്യ കമ്പനിക്കായിരുന്നു കൊറിയർ സർവീസിന് ചുമതല. സർവീസിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നതോടെ സേവനം അവസാനിപ്പിക്കാൻ കെഎസ്ആർടിസി മാനേജ്മെന്റ് സിംഗു സൊല്യൂഷനോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. നേരത്തെ കെഎസ്ആർടിസി ജീവനക്കാരുടെ മേൽനോട്ടത്തിലായിരുന്നു കൊറിയർ സർവീസ് നടത്തിവന്നത്. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഇതിന് മാറ്റം വരുത്തുകയായിരുന്നു. സർവീസ് കൂടുതൽ പ്രൊഫഷണൽ ആക്കുന്നതിനും മെച്ചപ്പെട്ട രീതിയിൽ സേവനം ഉറപ്പാക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടായിരുന്നു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത്. ടെൻഡർ വിളിച്ച് കമ്മീഷൻ വ്യവസ്ഥയിൽ 5 വർഷത്തേക്കായിരുന്നു കരാർ. 19.85% കമ്മീഷൻ വ്യവസ്ഥയിലാണ് സിംഗു സൊല്യൂഷന് കരാർ നൽകിയത്. തുടക്കത്തിൽ മെച്ചപ്പെട്ട സേവനം നൽകിയെങ്കിലും സ്വകാര്യ കമ്പനി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടാകുന്നതായി പരാതി ഉയർന്നു. കൂടാതെ കെഎസ്ആർടിസിയുടെ സർവീസ് 25% പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിക്കൂടി ചെയ്തതോടെ കൊറിയർ സേവനം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്നു മുതൽ പുതിയ ബുക്കിംഗുകൾ സ്വീകരിക്കേണ്ടതില്ലെന്നും നിലവിലെടുത്ത ബുക്കിംഗുകൾ മാത്രം യഥാസ്ഥലത്ത് എത്തിച്ചു നൽകിയാൽ മതിയെന്നും ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് പുതിയ ടെൻഡർ വിളിക്കാനാണ് സർക്കാർ നീക്കം. ടെൻഡറിൽ പങ്കെടുക്കാൻ സ്വകാര്യ കമ്പനികൾ എത്തിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് കൊറിയർ സർവീസ് പുനരാരംഭിക്കാനും കെഎസ്ആർടിസി നീക്കം ആരംഭിച്ചു. ജനം, തിരുവനന്തപുരം.